പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 21, 22 വാക്യങ്ങളൊന്ന് വായിക്കാവോ? യോഹന്നാൻ 19, 21, 22. അല്ല, വായിക്കുന്നുണ്ടാ? ഞാൻ തന്നെ വായിക്കട്ടെ. ഹല്ലേലൂയ. വീണ സിസ്റ്റർ, ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പശ്ചാത്തലം എല്ലാം അറിയാം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശീകരിച്ചതിന് ശേഷം യേശു കർത്താവിന്റെ തലയ്ക്ക് മീതെ ഒരു ബോർഡ് വെക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേന് ഹല്ലേലൂയ, ആമേൻ, ഇത് കണ്ടപ്പോഴത്തെ യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇത് യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി കഴിഞ്ഞാൽ യേശു കർത്താവിനെ അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുന്നത് തുല്യമാണ്. ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അന്നത്തെ ഭരണാധികാരിയായ പീലാത്തോസ് ആണ് എഴുതിപ്പിച്ചേക്കുന്നത്. ഈ ബോർഡ് അവിടെ കൊണ്ട് വെപ്പിച്ചത്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഇവൻ പറഞ്ഞു എന്ന് എഴുതണം. ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതണം. ഹാലേലൂയ. അപ്പൊ ചില സമയങ്ങളിൽ ഹാലേലൂയ, നമ്മളെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ഹാലേലൂയ, ദൈവം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഹാലേലൂയ തിരുത്തി എഴുതിക്കാൻ വേണ്ടി ശത്രു പലപ്പോഴും ശ്രമിക്കും. എവിടെ പോയി എല്ലാവരും? ഇന്ന് എല്ലാവരും എന്ത് ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്നു. നമ്മൾ എന്താണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു, അല്ലെ? നമ്മൾ നോക്കിയിട്ട് ദൈവം പറയാണ് ഇവൻ ആര് എന്ന് എന്നപ്പൊ നമ്മൾ ഓരോരുത്തർ ആരെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ശത്രു എപ്പോഴും ശ്രമിക്കുന്നത് അതിനെ മാറ്റിക്കാനാണ്. പക്ഷെ ശത്രു എത്രയൊക്കെ മാറ്റുവാൻ ശ്രമിച്ചാലും ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിനെ മാറ്റി എഴുതാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഹാലേലിയ. അപ്പൊ നമ്മൾ പറയത്തില്ലേ, അക്ഷരങ്ങൾക്കിടയിൽ വരികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആരെത്രയൊക്കെ നിരൂപിച്ച് നമ്മളെ കുറിച്ച് എന്തൊക്കെ എഴുതണമെന്ന് വിചാരിച്ച് പേനയും പേപ്പറും ഒക്കെ കയ്യിൽ എടുക്കുമായിരിക്കും. ചിലതൊക്കെ അവര് സങ്കല്പിച്ചു കൂട്ടുമായിരിക്കും. ഇവള് ഇന്നതാണ്, അല്ലെ ഇവളെ കുറിച്ച് ഇന്നത് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരക്ഷരമെങ്കിലും എഴുതണമെങ്കിൽ സാക്ഷാൽ സർവശക്തനായ ദൈവം അനുവദിച്ചു കൊടുക്കണം. ദൈവം അനുവദിക്കാതെ നമ്മളെ കുറിച്ച് ആർക്കും ഒന്നും എഴുതാനും സാധിക്കില്ല. എഴുതിയല്ലെങ്കിൽ ദൈവം ഒരിക്കൽ എഴുതിച്ചു കഴിഞ്ഞാൽ അതിനെ തിരുത്തി എഴുതിക്കാൻ ശത്രു എത്രയൊക്കെ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ടൊക്കെ എഴുതി അപ്പൊ വിളിച്ച് ഇറക്കി നമ്മളെ കുറിച്ച് ദൈവം നമുക്കൊരു നെയിം തന്നെങ്കിൽ അതിനെ മാറ്റിക്കാൻ വേണ്ടി ശത്രു പലപ്പോഴും നോക്കും. ഇതൊന്ന് മാറ്റി എഴുതിക്കാം, ഇതൊന്ന് മാറ്റി. കാരണം എന്താ വെച്ചാൽ അവന്റെ ആഗ്രഹം മുഴുവൻ അവനെ ദൈവം നമ്മൾ എന്ത് വിളിക്കുന്നു എന്ന് നമ്മൾ ലോകത്തിന് മുമ്പിൽ കാണിക്കാനല്ല, അവൻ എന്ത് ആഗ്രഹിക്കുന്നു അത് വിളിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അവിടെ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ അവിടെ ഒരിക്കൽ അവിടെ ചോദിക്കുന്നുണ്ട് യേശു, നീ യഹൂദന്മാരുടെ രാജാവ്? അപ്പൊ യേശു ആകുന്നു എന്ന്, അതാകുന്നു എന്ന് യേശു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അപ്പൊ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർക്ക് ഒരിക്കലും യേശുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവര് പറയുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ആകയാൽ യഹൂദന്മാർ പുരോഹിതൻ പിതാത്ത യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാർ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത്. ഹാലേലൂയ. അപ്പം അവൻ പറഞ്ഞു എന്ന് എഴുതണം. അപ്പൊ പീലാത്തോസ് ഹാലേലൂയ പറയാണ്, ഞാൻ എഴുതിയത് എഴുതി, എനിക്കിനി മാറ്റി എഴുതാൻ സൗകര്യമില്ല, അതാണ് പറഞ്ഞത്. അത് നമ്മൾ മറ്റൊരു സുവിശേഷത്തിൽ കാണുന്നുണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ടായിരുന്നത്. യവൻ അതിലൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകത്ത രീതി സകല ഭാഷയിൽ അത് എഴുതി. കാരണം അപ്പൊ പോകുന്നവരെല്ലാവരും ക്രൂശിൽ കിടക്കുന്ന യഹൂദന്മാരുടെ രാജാവാണ് എന്ന്
വായിച്ചുകൊണ്ടാണ് പോയത്. ഹാലേലിയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുത്തി എഴുതിക്കാൻ വേണ്ടി ഹാലേലിയ പിശാച് പലപ്പോഴും നോക്കുമ്പോൾ നമ്മളെ നോക്കി ഇതുപോലെ ഹാലേലിയ നമ്മൾ ദൈവം ജയാളിയായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ വഴികളിലെല്ലാം ദൈവം നമ്മളെ ഹാലേലിയ ജയോത്സവം നടത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് എപ്പോഴും നമ്മളൊരു പരാജയമാണ് എന്ന് നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് ശത്രു എപ്പോഴും ശ്രമിക്കുന്നത്. ഹാലേലിയ അല്ലെ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ വെറും പരാജയമാണ്, നീ അതാണ് ഇതാണ് എന്ന് പറയിക്കാനായിട്ട് ശത്രുവിനെ. കഴിഞ്ഞ ആഴ്ചയിൽ വചനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശു കർത്താവിന് മുമ്പിലേക്ക് പിശാച് വന്നിട്ട് ചോദിച്ചത്, നീ ദൈവത്തിന്റെ പുത്ര ആണെങ്കിൽ. ഹാലേലൂയ. അപ്പം ദൈവത്തിന്റെ പുത്രനാണ്. തൊട്ടു മുമ്പ് അദ്ദേഹം നമ്മൾ കണ്ടതാണ് യേശുക്രിസ്തു സ്നാനപ്പെട്ട് ഹാലേലിയ കയറിയപ്പോൾ സ്വർഗം തുറന്ന് പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വളരെ ശബ്ദത്തോടു കൂടി സ്വർഗം തുറന്ന് പ്രഖ്യാപിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യമാണ്. അവിടുന്ന് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി ഉപവസിച്ച് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അവിടെ വന്നിട്ട് ചോദിക്കുന്നത്, നീ ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ. കല്ലിരുന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ദൈവം എന്ത് പറയുന്നുവോ അതിനെ മാറ്റി പറയിക്കാൻ, അതിനെ തിരുത്തി പറയിക്കാനാണ് പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അത് കേട്ടിട്ട് അയ്യോ ഞാൻ ഇതാണോ എന്ന് വിചാരിച്ച് ചിന്തിക്കരുത്. കാരണം ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നോ അതിനെ മാറ്റിക്കാൻ, അതിനകത്ത് ഒരു അക്ഷരമെങ്കിലും കുറയ്ക്കാനോ കൂട്ടുവാനോ ആർക്കും പറ്റത്തില്ല. അതിനകത്ത് ഇവിടെ അതിന്റെ ഇടയ്ക്ക് 2-3 അക്ഷരം ചേർത്ത് ഇവരെ ആഗ്രഹം നടക്കും. ഹാലേലുയ. പക്ഷെ അത് ദൈവം അനുവദിച്ചു കൊടുക്കുന്നില്ല. എന്ന് പറയുന്നത് അവർക്ക് അതിനകത്ത് അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിക്കുന്നിടത്ത് ഹാലേലിയ അവിടെ അതിന് ഇവൻ പറഞ്ഞു എന്ന് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം നടക്കും. പക്ഷെ അവിടെ ഒരു ശകലം പോലും ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ദൈവം അനുവദിക്കുന്നില്ല. നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. പിശാച് എത്രയൊക്കെ പറഞ്ഞാലും അവൻ എത്രയൊക്കെ പ്രഖ്യാപിച്ചാലും ആരെയൊക്കെ നമുക്കെതിരെ നിർത്തി എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും എന്തൊക്കെ ദൂഷണങ്ങൾ പറഞ്ഞാലും അതിനൊന്നും യാതൊരു വിലയുമില്ല. കാരണം ദൈവം നമ്മളെ കുറിച്ച് എഴുതിയതിനെ തിരുത്തി എഴുതിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കാരണം എഴുതിയവർ ആരാന്ന് ചോദിച്ചാൽ അഖിലാണ്ടത്ത് ഉടയവനാണ്. രാജാതി രാജാ കർത്താതി കർത്താവുമായിരിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മളെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അതിനെ മാറ്റി എഴുതിക്കാനോ മാറ്റി ഒരക്ഷരം വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കാണുന്നത്. അതാ നമ്മളിവിടെ കാണുന്ന അവിടെ പറയുന്ന പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി അവിടെ മാറ്റുവാനായിട്ട് സാധിക്കില്ല. ഹാലേലൂയ. ആമേൻ. അവിടെ തന്നെ യോഹന്നാന്റെ അത് തന്നെ 19:38 ഒന്ന് വായിക്കാവോ? 38. സാറാമിസ്റ്റർ മ്യൂട്ടാ. യോഹന്നാന്റെ സുവിശേഷം 19:38. നമ്മൾ 22 വായിച്ചത്. അനന്തരം യഹൂദന്മാരെ പിടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദെമസും. ഇവിടെ അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പീലാത്തോസിന് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ഹാലേലൂയ. അപ്പൊ യേശു കർത്താവിനെ ക്രൂശിലേക്ക് തറയ്ക്കുവാനായിട്ട് പീലാത്തോസ് അനുവദിച്ചു കൊടുത്തില്ലെങ്കിലും പീലാത്തോസിന് അത് ഇഷ്ടമിണ്ടായിരുന്നില്ലെങ്കിലും നിർബന്ധത്താൽ കൈ ഒഴിഞ്ഞു കൊടുത്തപ്പോ അവരത് ചെയ്തു. അവിടെ കൈ കഴുകി ഒഴിയുക ചെയ്യുന്നത്. കാരണം പീലാത്തോസിന് യേശുവിനെ ക്രൂശിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പീലാത്തോസ് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്നിട്ടും അത് ദൈവഹിതപ്രകാരമായിരുന്നത് കൊണ്ട് ക്രൂശീകരണം നടന്നു. പക്ഷെ ക്രൂശിലേക്ക് കയറ്റി ആണി അടിക്കുമ്പോൾ ആണി ഊരി താഴെ ഇറക്കാൻ ഒരാൾ കണ്ടിട്ടാണ് ദൈവം അത് ചെയ്തത്.
ഒരാളെ ഒരുക്കിയത്. അത് സാധാരണക്കാരനൊരു മനുഷ്യനെ അല്ല. ഹാലേലിയ. ആമേ പീലാത്തോസിന്റെ ഹാലേലിയ. അവിടെ അന്നത്തെ ഹാലേലിയ എന്താ പറയാ, ഭരണത്തിലുള്ള ഒരു മന്ത്രി പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞത് യോസഫ്. ഹാലേലിയ. അപ്പൊ യേശുവിന്റെ രഹസ്യ ശിഷ്യൻ. അപ്പം ക്രൂശിലേക്ക് കയറ്റാനായിട്ട് ദൈവം അനുവദിച്ചെങ്കിൽ ക്രൂശിലേക്ക് ഇറക്കാനായിട്ടുള്ള ആളിനെ ദൈവം മുമ്പേ കണ്ടുവച്ചിട്ട് അനുവദിച്ചത്. ഹാലേലിയ. നല്ലൊരു കല്ല വെട്ടിയുണ്ടാക്കിയപ്പോൾ അവിടെ പറഞ്ഞ പുതിയ കല്ലറാ ഇതെല്ലാം റെഡിയാക്കിയിട്ടാണ് യേശുവിന്റെ ക്രൂശീകരണം നടന്നത്. അല്ലെ, നമ്മൾ വിചാരിക്കും ക്രൂശീകരണം കഴിയുമ്പോൾ ജോസഫിന് തോന്നിക്കാണ്, അയ്യോ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയി ഏറ്റെടുത്തേക്കാം, അല്ലെങ്കിൽ ഹാലേലിയ. അപ്പം അന്ന് നമ്മൾ കാണുന്നുണ്ട് ഹാലേലിയ, അവിടെ സുഗന്ധക്കൂട്ടൊക്കെ ആയിട്ട് നിക്കോദെമോസും ഒക്കെ വരുന്നതിനെ കുറിച്ച് കാണുന്നത്. ഹാലെ അവിടെ കാണുന്ന അപ്പൊ ആ കല്ലറ മുന്നമേ ആരെയും വെക്കാത്ത ഒരു പുതിയ കല്ലർ ഒരുക്കി വെച്ചിരുന്ന് അതിനെ ഏറ്റുവാങ്ങാൻ ഒരു വ്യക്തിയെ കണ്ടു ദൈവം ഇതെല്ലാം. അപ്പൊ ക്രൂശിലേക്ക് കയറ്റുവാനായിട്ട് കൈ ഒഴിഞ്ഞിട്ടെങ്കിൽ അധികാരം കൊടുത്ത അതേ പീലാത്തോസിനെ കൊണ്ട് തന്നെ ദൈവം തിരിച്ച് ഇറക്കിക്കാനുള്ള അധികാരവും കൊടുത്തു. സാധാരണ യഹൂദന്മാർ വിചാരിച്ച, അല്ലെങ്കിൽ പിശാച് വിചാരിച്ചത്, യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം 4 ഭാഗത്തേക്കും ചിതറി ഓടിപ്പോയി. ആകെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന യേശുവിന്റെ 12 ശിഷ്യന്മാരാണ്. അതിൽ ഒരുവൻ പോയി കെട്ടി തൂങ്ങി ചത്തം വെച്ചു. ബാക്കി 11 ശിഷ്യന്മാരുണ്ട്. ഇവരെവിടെ പോയി? ഏറ്റവും ഞാൻ കൂടെ മരിക്കാൻ വരെ റെഡിയാണെന്നുണ്ടെങ്കിൽ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് രാഗി ആണയിട്ട് ഇത്ര എഴുതിയേക്കുന്നത്. അപ്പം അവിടെ ധൈര്യത്തോടു കൂടി മുമ്പിൽ കയറി നിൽക്കുന്ന ആള് പത്രോസാണ്. പത്രോസ് പോലും പോയി. അപ്പൊ ഇനി ആര് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങും? അപ്പൊ ഇവരുടെ ചിന്ത എന്തായിരുന്നു അറിയോ? യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ആ ക്രൂശി കിടന്ന് പഴുത്ത് ചീഞ്ഞ് നാറി നാശമായി പോകുമെന്ന് വിചാരിച്ചിരുന്നു. പിശാജ് അത് പ്ലാൻ ചെയ്ത്. നമ്മൾ പറയും പിശാജ് ഒരിക്കലും ദീർഘദർശിയല്ല. പിശാജിന് ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മൾ വായെടുത്ത് പറഞ്ഞാൽ മാത്രം അത് കേൾക്കുന്ന ആളാണ് പിശാജ്. അത് കേട്ടിട്ട് അതിന്മേൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പിശാജ്. അവൻ ഒരിക്കലും ഹൃദയത്തിൽ ആഗ്രഹിച്ചെല്ലാം നിരൂപിച്ചു വെച്ചിട്ടും കാര്യങ്ങളെ അറിയാനേ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മൾ പ്രവചനങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവൻ ആക്റ്റീവ് ആകുന്നത്. നമ്മളെ കുറിച്ചുള്ള വാക്തത്വങ്ങൾ കേൾക്കുമ്പോഴാണ് ഇവന് ഇങ്ങനൊരു കാര്യം ഇവളെ കുറിച്ച് ഉണ്ടാകുക എന്നാ ഞാൻ വിടത്തില്ല. ഇതിനോട് ഇതെങ്ങനെ പ്രാപിപ്പിക്കാതിരിക്കാമെന്ന് ചിന്തിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറയാം, അധികം വാഗ്ദത്തങ്ങൾ കേൾക്കാതെ പ്രവചനം കേൾക്കാൻ പോയി നിൽക്കാതിരിക്കുന്നത് നല്ലത്. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് ദർശനത്തിലൂടെ നമ്മളോട് ഇടപെടും, പേഴ്സണലായിട്ട് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. കാരണം അത് നമ്മൾ പൊട്ടത്തരത്തിൽ എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ദർശനം കണ്ടായിരുന്നു കേട്ടോ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ദൈവം ദർശനം ഒരിക്കലും എന്നോട് ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ ദർശനം തരുന്നത് വെച്ചാൽ ദൈവത്തിന് നമ്മളോട് നമ്മളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ, മറ്റൊരു വ്യക്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമ്മളെ കുറിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് അവൻ കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവന്റെ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ യേശുവിന്റെ ക്രൂശിൽ നിറക്കാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അവിടെ ഉണ്ടായ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു പല സ്ഥലത്തേക്ക് പോയി, പല വഴിയിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതോടുകൂടി ഇവന്റെ ശരീരമൊക്കെ നശിച്ച് ഇവിടെ കിടന്ന് ചീഞ്ഞളഞ്ഞ് തീർന്നോളും. നമ്മളെ കുറിച്ച് ഇങ്ങനെ തന്നെ പിശാച് വിചാരിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും നിൽക്കുന്ന നമ്മുടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, ചർച്ചക്കാരെയൊക്കെ നമുക്ക് വിരോധികളാക്കി മാറ്റിയിട്ട് നമ്മളെ സഹായിക്കേണ്ടവർ പലരും നമുക്ക് നേരെ മുഖം തിരിപ്പിക്കുമ്പോൾ അവന്റെ ചിന്ത എന്താ വെച്ചാൽ ഇതോടുകൂടി കഴിയും, ഇനി ഇവളെ ആര് സഹായിക്കും, അല്ലെ ഇവനെ ആര് സഹായിക്കും, ആര് ഇവന്റെ കൂടെ നിൽക്കും, നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ഏറ്റവും ചേർത്ത് നിർത്തേണ്ട ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും പ്രതികൂലമായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആ പ്രതികൂലമായി അവർ നിൽക്കുമ്പോൾ അവന്റെ ചിന്ത മുഴുവൻ എന്താന്ന് വെച്ചാൽ ഇതോടുകൂടി കഴിഞ്ഞു, ഇനി ഇവിടെങ്ങാണ് ഇരുന്ന് പൊയ്ക്കോളും, അങ്ങനെ എങ്ങനെ എങ്ങോട്ടെങ്കിലും എങ്ങനെ പുറത്തു വരും, എങ്ങനെ പോകും, എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കും, ഞാൻ അത് അടച്ചു കളഞ്ഞുള്ളൂ എന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ദൈവം പറയുന്നത് എന്താ പറയട്ടെ, ഇവൻ അത് ചിന്തിച്ച് ഇവൻ അത് അടയ്ക്കുമ്പോൾ ഞാൻ ഇതിന് നിന്നെ അനുവദിച്ച് കൊടുക്കുമ്പോൾ നിന്നെ നിനക്ക് വേണ്ടുന്ന നിന്നെ പുറത്തെടുക്കാൻ വേണ്ടുന്ന, നിന്നെ ക്രൂശിന് താഴെ ഇറക്കാൻ വേണ്ടുന്ന, ആണി ഊരിക്കാൻ വേണ്ടുന്ന ആളെ ഞാൻ കണ്ടുവെച്ചിട്ടാണ് ഇതിനെ അനുവദിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, ദൈവം എപ്പോഴും പാട്ടുകാരൻ പറഞ്ഞേക്കുന്നത്, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആ പരിഹാരം കരുതിയതിന് ശേഷമാണ് ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഹാലേലൂയ. നമ്മളെല്ലാവരും പരീക്ഷ നോക്കി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ സന്തോഷിച്ചോളുക, പരീക്ഷ വരുന്നതിനും പരിഹാരത്തെ ദൈവം കണ്ടുവച്ചിട്ട്. അപ്പൊ പരിഹാരമാണ് മുന്നേ ഉണ്ടാകുന്നത്, പരീക്ഷ അല്ല മുന്നേ ഉണ്ടാകുന്നത്.
ഹാലേലുയ. യേശു കർത്താവിനെ ക്രൂശീകരിച്ചതാ നമ്മൾ മുമ്പേ കണ്ടെങ്കിൽ, ഈ ക്രൂശീകരിക്കുന്നതിന് മുമ്പ്, ക്രൂശിൽ തറയ്ക്കുന്നതിന് മുമ്പ് ഹാലേലുയ, ആ ക്രൂശിലേക്കുള്ള ആദ്യത്തെ ആണി അടിക്കുന്നതിന് മുമ്പ് അത് ഊരാനുള്ള ആളെ ദൈവം കണ്ടുവച്ചിട്ടാ അത് അടിക്കാൻ അനുവദിച്ചത്. ഹാലേലുയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലുയ ആമേൻ, ശത്രു പലപ്പോഴും സന്തോഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവൾ ആണി അടിച്ച് ഇനിയുള്ള കാര്യത്തിൽ ഇത് ഊരാനായിട്ട് ആരും ഉണ്ടാകത്ത്, ഇവിടെ കടന്ന് നശിച്ചു പൊക്കോളും എന്ന് വിചാരിച്ചുകൊണ്ട് പലതും ചെയ്തു കൂട്ടുമ്പോൾ ഹാലേലുയ ആമേൻ, ഞാൻ നിങ്ങളെ എന്നെ നോക്കി തന്നെ ഞാൻ പറയാം, അവന്റെ ആശ നശിച്ചു പോകത്തതേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം ഈ ആണി ഇതിലേക്ക് അടിക്കുന്നെങ്കിൽ ആദ്യത്തെ ആണി കയ്യിലെടുക്കുന്നതിന് മുമ്പ് അത് ഊരാനുള്ള ആളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം യേശു കർത്താവിന്റെ ഹല്ലേലൂയ ആമേൻ രക്ഷിക്കാൻ അല്ലെ ക്രൂശിൽ നിറക്കാനുള്ള ആള് അങ്ങ് ഗലീലയെന്നോ അങ്ങ് ശമരിയെന്നോ ഒന്നുമല്ല ദൈവം അനുവദിച്ചു വെച്ചത്. കാരണം അവിടെ തന്നെ പീലാത്തോസിനൊപ്പം തന്നെ ആ സ്ഥലത്ത് തന്നെ ഹാലേലൂയ പറഞ്ഞ ചിലപ്പോൾ ആ അരമനയിൽ തന്നെ, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന. കാരണം മറ്റൊരു ദൂരെ നിന്ന് ഒരാൾ നടന്നോ ഹാലേലിയ രഥം പിടിച്ചു അല്ലെങ്കിൽ എന്തിലെങ്കിലും വരുമ്പോഴത്തേന് സമയം വൈകിപ്പോകും, ശബത്ത് അടുത്തിരിക്കുന്നു ഹാലേലിയ, ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഹാലേലിയ അവിടെ തന്നെ ഹാലേലിയ നമ്മൾ പറയും ഫറവോൻ ഹാലേലിയ, ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ ഫറവോൻ കൊല്ലാൻ ആഗ്രഹിച്ച ഹാലേലിയ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായ മോശയെ കൊണ്ടത് വേറെ കാട്ടിക്കൊണ്ടല്ല ദൈവം വളർത്തിയത്, ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി. ഹാലേലിയ. ഫറവോന്റെ കൊട്ടാരത്തിൽ നമ്മൾ കാണുന്ന മന്ത്രവാദികൾ എത്ര മന്ത്രവാദികൾ ഫറവോൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മന്ത്രവാദികൾ മന്ത്രത്തലിയൽ ഹാലേലിയ അവരുടെ മന്ത്രവാദത്തിന് ഒന്നും ഹാലേലിയ മോശ ഉള്ളിൽ വളരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു മന്ത്രവാദത്തിനും ഹാലേലിയ കാണുവാൻ കഴിയില്ല ദൈവം ഒരുവനെ മറച്ചു കഴിഞ്ഞാൽ. ഒരു പൈശാചിക ശക്തിക്കും കാണാൻ കഴിയില്ല ദൈവം ഒരുവനെ മറച്ചു കഴിഞ്ഞാൽ. കാരണം ഞാൻ വിശ്വസിക്കുന്ന മോശ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ആയിരുന്നു എന്ന് ഹാലേലെ. കാരണം ആ കൊട്ടാരത്തിൽ തന്നെയാണ് 40 വർഷക്കാലം മോശ വളർന്നത്. ഹാലേലൂയ. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ഫറവോൻ തിരിച്ചറിഞ്ഞില്ല ഇത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനുള്ളവൻ ആണ് എന്ന് മനസ്സിലാക്കിയില്ല. ഹാലേലൂയ. അതാണ് നമ്മുടെ ദൈവം. ഹാലേലൂയ. ദൈവം അങ്ങ് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടല്ല, ഇവിടെ യേശുവിനെ ക്രൂശിൽ നിറക്കേണ്ടവൻ ക്രൂശിൽ തറയ്ക്കാനായിട്ട് കൽപ്പിച്ച സ്ഥലത്തല്ല ജനം മുറവിളി കൂട്ടി യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ് ആ അധികാരം വാങ്ങിയ സ്ഥലത്ത് തന്നെ ദൈവം ഒരുക്കിയിരുന്ന് ക്രൂശിൽ ഇറക്കാനുള്ള ആളിനെ. ഹാലേലൂയ. നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഹാലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം അങ്ങനെയാണ് ചെയ്തതെങ്കിൽ, അങ്ങനെയാണ് കൽപ്പിച്ചതെങ്കിൽ, അങ്ങനെയാണ് ആഗ്രഹിച്ചെങ്കിൽ, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ദൈവം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹാലേലൂയ. 19 അധ്യായത്തിന്റെ ഹാലേലൂയ തന്നെ 31 വാക്യം ഒന്ന് വായിക്കാം. 31, 32. അന്ന് ഒരുക്കുന്നാളും ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ആമേൻ. മതി. ഹല്ലേലൂയ. ആമേൻ. അപ്പം അവിടെ പറഞ്ഞ യേശു കർത്താവിനെ ക്രൂശിൽ തറച്ചു കിടന്നപ്പോ അവിടെ അന്ന് ഒരുക്ക നാളും ശബത്ത് നാളായ വലിയതുമായിട്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ കാലൊടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ഇതെല്ലാം പീലാത്തോസിനോട് വന്ന് അപേക്ഷിക്കുക. ചിലതൊക്കെ പീലാത്തോസ് ചെയ്തോളാൻ പറഞ്ഞ്, ചിലതൊക്കെ സന്തോഷത്തോടെ അനുവദിച്ചു കൊടുക്കുന്നു, ചിലതൊക്കെ ഇഷ്ടമില്ലെങ്കിലും അനുവദിച്ചു കൊടുക്കേണ്ട ആ സാഹചര്യത്തിൽ പെട്ടുപോകുന്നു ഒക്കെയാണ്. ഇവിടെ പീലാത്തോസ് പക്ഷേ എന്താ പറയുന്നത്, അവനോട് അപേക്ഷിച്ച് ആകെ പടയാൾ ഒരുത്തവനെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവനെയും കാലൊടിച്ച് ഇവിടെ എന്താ പഠിപ്പിക്കുക എന്ന് പീലാത്തോസിന് അപേക്ഷിച്ചു. അപ്പൊ അപേക്ഷിച്ചു എന്ന് എഴുതിയേക്കുമ്പോൾ പീലാത്തോസ് അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർ പോയിട്ട് ക്രൂശിൽ അപ്പുറവും ഇപ്പുറം, യേശുവിന്റെ അപ്പുറം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ട ക്രൂശിൽ അപ്പുറവും ഇപ്പുറമാണ് യേശുവിന്റെ ഇവരെ ക്രൂശിച്ചേക്കുന്നത്. അപ്പൊ ഒരാളുടെ കാലൊടിച്ചിട്ട് തൊട്ടടുത്താടെ കാല പിന്നെ ഒടിക്കേണ്ടത്. പക്ഷെ അതല്ലാതെ അപ്പുറത്ത് പോയിട്ട് യേശുവിനെ വിട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് അയാളുടെ കാലൊടിച്ച് പിന്നെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. ഹാലയില് അവൻ ചിലപ്പോൾ അത്രയും സമയം കൊണ്ട് എടുത്ത് കാണും, ചിലപ്പോൾ യേശുവിന്റെ ജീവൻ പോകാനുണ്ട്. അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ഹാലയിൽ അനുവദിച്ചു കൊടുത്തത് നമുക്ക് പറയാം. അപ്പൊ അവിടെ എന്താണെങ്കിലും അവർ പടയാളി രണ്ടുപേരുടെയും കാലൊടിച്ചു. പക്ഷെ യേശുവിന്റെ കാലൊടിക്കാൻ വന്നപ്പോഴത്തേന് മരിച്ചു എന്ന് കാണാൻ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളിൽ ഒരുവൻ ഹാലേലിയ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇവിടെ നമുക്കറിയാം വിലാപ്പുറം ഇവിടെ ഈ വാരിയലിന്റെ ഭാഗത്താണ്.
കുന്തം കൊണ്ടാണ് കുത്തുന്നത്. ഈ കുന്തം കുഞ്ഞു സാധനമൊന്നുമല്ല, നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചിയൊന്നും അല്ല. നല്ല ഇച്ചിരി വലിപ്പമുള്ള സാധനം. ഇത് വെച്ച് കുത്തുന്ന സമയത്ത് വാരിയൽ, നമുക്ക് എല്ലാവർക്കും വാരിയൽ വളരെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആ കറക്റ്റ് ഗ്യാപ്പിന്റെ ഉള്ളിലാണ് കുത്തിയത് കൊണ്ടാണ് അതെല്ലാം ഒടിഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം ഹാലേലിയ ആമേ. അവിടെ നമ്മൾ പറയത്തില്ലേ, അളവ് പിടിച്ച് തോത് പിടിച്ച് കൃത്യമായി ഹാലേലിയ കുത്തിച്ചതുപോലെ കുത്തിയ സ്ഥലം. ഹാലേലിയ ആമേ. അത് ആമേൻ. ഹാലേലൂയ. അപ്പൊ ദൈവം എന്തുകൊണ്ട് അങ്ങനെ ഒരു കുത്തൽ നടന്നെന്ന് വെച്ചാൽ, നേരത്തെ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. ഹാലേലൂയ ആമേ. അപ്പൊ നമ്മുടെ ഞാൻ പറയാ, അങ്ങനെ ആ കറക്റ്റ് പടയാളി ഒരു ദാക്ഷിണ്യമില്ലാതെ അവന് തോന്നിയത് പോലെ കുന്തം എടുത്ത് വലിച്ചു കുത്തിയിട്ട് പോലും ഈ പ്രവചനത്തിന്റെ അപ്പുറത്തേക്ക് ഹാലേലൂയ അവന്റെ കുന്തത്തിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആമേൻ ഹാലേലൂയ, ആ പ്രവചനത്തിന്റെ അപ്പുറത്തേക്ക് ആ കുന്തത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്കറിയാം പടയാളി റോമൻ പട്ടാളക്കാരെ അറിയാം, ഭയങ്കര ക്രൂരന്മാരാ അവര്. അയ്യോ, എന്നാല് ഞാൻ പയ്യെ ഒന്ന് കുത്തിയേക്കാം, അല്ലെ പയ്യെ ഒന്ന് നോക്കിയേക്കാം, അല്ലെ കറക്റ്റ് ആയിട്ട് വരലിന്റെ ഇടയ്ക്ക് കൂടെ കുത്തിയേക്കുന്നല്ല, അവനെ എടുത്ത വഴി വരച്ചു കുത്തിക്കാണും. ഹാലേലൂയ ആമേൻ. അപ്പൊ അതുപോലായിരിക്കും കുത്തി. എന്നിട്ടും ആ പടയാളിയുടെ കുന്തത്തിന് ഹാലേലൂയ ആമേൻ ദൈവത്തിന്റെ പ്രവചനത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ച പ്രവചനത്തിനെ മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവൻ നമ്മുടെ നേരെ വരുന്ന എന്തിനും നമ്മളെ കുറിച്ചുള്ള പ്രവചനത്തെ മാറ്റാൻ പറ്റും. ഹാലേലൂയ ആമീൻ. നമ്മൾ നോക്കുമ്പോ നമ്മുടെ നേരെ വരുന്നെല്ലാം പ്രവചനത്തിന് നേരെ വിരോധമായിട്ടാണ്. ദൈവം നമ്മളെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഹാലേലിയ ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെല്ലാം അതിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ വിരോധമായിട്ട് എത്രയൊക്കെ ശത്രു, എത്രയൊക്കെ നമുക്ക് നേരെ ആയുധങ്ങൾ എടുത്താലും ഹാലേലിയ ഞാൻ പറയും, ആ പ്രവചനത്തിന്റെ ഹാലേലിയ ആമീൻ ആമീൻ അതിൽ നിന്ന് ഒന്നും മാറ്റി ചെയ്യാനായിട്ട് ഒരായുധത്തിനും സാധിക്കുകയില്ല. പടയാളിയുടെ കുന്തം ഹാലേലിയ യേശു കർത്താവിന്റെ ഹാലേലിയ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവുകയില്ല എന്നൊരു പ്രവചനത്തിൽ ഹാലേലിയ ആമേ ആ കുന്തത്തിനെ ഹാലേലിയ അളവ് പിടിച്ച് തോത് പിടിച്ച് കൃത്യമായി എല്ലുകൾക്കിടയിലൂടെ വഴി ഒരുക്കിയ ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയും, കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലൂടെ വഴി ഒരുക്കും ദൈവം. ഹാലേലൂയ. അതിന്റെ കൊമ്പുകൾക്കിടയിൽ പെട്ടത് ആരും ഹാലേലിയ പുറത്ത് രക്ഷപ്പെടത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, അതുപോലെ ഹാലേയ ദൈവം ഓരോ കാര്യങ്ങളും നമ്മളെ കരുതുന്ന ദൈവമാണ്. ചിന്തിച്ചു നോക്കേണ്ട എത്ര ആഴമായിട്ട് വാരികൾക്കിടയിലൂടെ ഈ കുന്തം എങ്ങനെ കൃത്യമായി കയറിപ്പോയി എന്ന്. ഹാലേലിയ അതെങ്ങനെ ഹാലേലിയ അത് ഒടിഞ്ഞു പോകാതിരുന്നു എന്ന്. ഹാലേലിയ കാരണം എന്താ വെച്ചാൽ, പ്രവചന ശബ്ദത്തിന് ഞാൻ പറയും കുന്തത്തിനേക്കാടി ശക്തിയുണ്ട്, ആയുധങ്ങളെക്കാട്ടി ശക്തിയുണ്ട്. ശത്രു എന്തൊക്കെ ആയുധങ്ങൾ നിനക്കെതിരെ എടുത്താലും ഒരു ആയുധവും ഹാലേലിയ ഫലപ്പെടുകയില്ല. ഹാലേലിയ അവൻ എത്രയൊക്കെ ആയുധങ്ങൾ നമുക്കെതിരെ ഉണ്ടാക്കിയാലും, എത്രയൊക്കെ മൂർച്ച കൂട്ടിയാലും ഹാലേലിയ ഈ ആയുധത്തിനൊന്നും നമ്മളെ കുറിച്ചുള്ള എന്തിനെ കുറിച്ചാ നമ്മളെ കുറിച്ചുള്ള വാക്തത്വങ്ങളെ ഹാലേലിയ ആമേ ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിൽ അത് ഊവെന്നും ആമേൻ എന്നും തന്നെയാണ്. അതിന് ഒരു മാറ്റം വരുത്താനായിട്ട് എത്രയൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയാലും അതിന് സാധിക്കുകയില്ല. നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദങ്ങൾ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കുന്നവരായിരിക്കണം. നമ്മളെ ഈ ആരംഭത്തിൽ ന്യൂ ഇയർ സമയത്തൊക്കെ ഞാൻ പറയുന്ന ദൈവം എന്ന് നമ്മളോട് പറയുന്നത്, നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് ഓർപ്പിച്ചും ദൈവത്തേനും ഓർപ്പിച്ചും നമ്മൾ അത് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പവർഫുൾ ആണ് അത്. അതിനെ മാറ്റിക്കളയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. അത് എത്രയൊക്കെ നമുക്കെതിരെ ശത്രു എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ തിരുത്തി എഴുതണമെന്ന് വിചാരിച്ചാലും, എന്തൊക്കെ ആയുധങ്ങൾ നിർമ്മിച്ചാലും അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 62 അല്ല 65 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മാത്യു 27. 27 60 27. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും, ഒടുവിലത്തെ ചതു മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു.
പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയാം, പിലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവര് വന്നിട്ട് അടുത്തൊരാവശ്യം പീലാത്തോസിനോട് പറയുകയാണ്. ഹല്ലേലൂയ. എന്താ? ജീവിച്ചിരുന്ന പറഞ്ഞായിരുന്നു മൂന്നാം നുള്ളിയത്ത് എഴുന്നേൽക്കുന്നു. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. ഹല്ലേലൂയ. പീലാത്തോസ് എന്ന ഞാൻ കുറച്ച് ആൾക്കാരെ തരാം, നിങ്ങൾ ഇങ്ങനെ ഉറപ്പാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നിയമം അനുസരിച്ച് ഇങ്ങനെ ഉറപ്പാക്കി. ഇതൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളാൽ ആവുന്നിടത്തോളം നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമോ, എങ്ങനെയൊക്കെ ഉറപ്പിക്കാൻ പറ്റും, അങ്ങനെയെല്ലാം നിങ്ങൾ പോയിട്ട് കല്ലറ ഉറപ്പിച്ചോളാനാ പറഞ്ഞത്. ഹല്ലേലൂയ. അല്ലേ? അല്ലാതെ നിയമം അനുസരിച്ച് അല്ല, ഇങ്ങനെ ഇവിടുത്തെ നിയമം ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല കല്ലറ ഉറപ്പിക്കാനായിട്ട്, അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞ പോലെ, അല്ല ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ഒന്നും പീലാത്തോസ് പറയുന്നില്ല. പീലാത്തോസ് പറഞ്ഞ് ആൾക്കാരെ തരാം, അല്ലെ കാവൽക്കൂട്ടം തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പാക്കുവിനെന്ന്. അവരങ്ങനെ പോയി എന്താ പറയാ, കല്ലറയെ അവർ ചെന്ന കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടം നിർത്തി കല്ലറ ഉറപ്പാക്കി. 3 ദിവസത്തേക്ക് അവർ ചോദിച്ചത്. മൂന്നാം നാളുകത്ത് എഴുന്നേൽക്കുന്ന പറഞ്ഞ 3 ദിവസം കഴിഞ്ഞപ്പം യേശുകത്ത കല്ലറയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുകയാണ്, പട്ടാളക്കാരെല്ലാം വണ്ടിയൊക്കെ വന്ന് കയറിപ്പോയി, അതിനെ ഞാൻ ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെയാണോ ചിന്തിച്ചത്? അങ്ങനെയാണോ ചെയ്തത്? അല്ല. ആ കാവൽക്കൂട്ടം അവിടെ കാവൽ നിൽക്കുമ്പോൾ തന്നെ, ആ കല്ലിന് മുദ്ര വെച്ച മുദ്ര അവിടെ ഇരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, യേശുകത്ത ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ. എത്രയൊക്കെ ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ യേശു കർത്താവിലൂടെ നമ്മൾ പഠിക്കുന്ന വെച്ചാൽ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ച് നമ്മുടെ വക്തത്വങ്ങള് ഹല്ലേലൂയ അതിനോട് കണക്ട് ചെയ്യണം നമ്മൾ ചിന്തിക്കാനായിട്ട്. എത്രയൊക്കെ ഹല്ലേലൂയ ശത്രു എത്രയൊക്കെ കല്ലറ കല്ല് വെച്ചാലും അടച്ചുറപ്പിച്ചാലും ഇനി പുറത്തേക്ക് നീ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ഏത് നമുക്ക് ചുറ്റുപാട് 4 ചുറ്റും, ഞാൻ എപ്പോഴും നമുക്ക് 4 ഭാഗത്തുള്ള വഴി ശത്രു അടച്ചാലും ഞാൻ പറയും സ്വർഗത്തിലെ മോളിൽ നിന്നൊരു വഴി നമുക്ക് ഇനി തുറക്കും. ഹല്ലേലൂയ. അവൻ എത്രയൊക്കെ അടച്ച് ഹല്ലേലൂയ ഇനി നീ ഒരിക്കലും ഒരു ചാൻസും നിനക്കില്ല, നീ ഇതിനകത്ത് ഒടുങ്ങി പോകത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതിനുള്ളിൽ അടച്ച് മുദ്ര വെച്ചവർക്ക് 4 പടം നമ്മളെ വിചാരിക്കാം, ഈ വഴി നമുക്ക് വരേണ്ടി തുറക്കുമായിരിക്കും, അല്ലെ ഇതുവഴി തുറക്കുമായിരിക്കും, ഇതുവഴി നമുക്ക് പുറത്തു വരായിരിക്കും. ഇങ്ങനെ നമ്മൾ പലതും കണ്ട് ചിന്തിക്കുമ്പോൾ ശത്രു അതെല്ലാം അടച്ചു നിൽക്കട്ടെ. 4 സൈഡുള്ള വഴി നമുക്ക് വേണ്ടി അടച്ചാലും ഞാൻ പറയും മുകളിൽ നിന്ന് ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കും ദൈവം. ഹല്ലേലൂയ. നമുക്ക് കാണാം, യോഹന്നാന് പത്മോസിന്റെ ഏകാന്തതയെ കൊണ്ടിട്ടപ്പോൾ നമുക്കറിയാം ആ ദ്വീപിൽ നിന്ന് പുറത്തു വരെ ഒരു വഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒരു ശബ്ദം കേൾക്കാം, ഇവിടെ കയറി വരുവിൻ. എങ്ങോട്ടാ? അവിടെയല്ല അപ്പുറത്തോട്ട് ഇപ്പുറത്തും പറ്റും, നീ ഇങ്ങ് മുകളോട്ട് കയറി പോരെ സ്വർഗത്തിലേക്ക്. കഴിഞ്ഞ സംഭവിക്കാനുള്ള ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. അതെ പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ട് 4 സൈഡ് വഴി അടയ്ക്കുമ്പോഴും ശത്രുവിന്റെ വിചാരം ഇവിടം കൊണ്ട് തീർന്ന് കല്ലറയ്ക്കൽ ഒതുങ്ങി, ഇനി ഇതിന് പുറത്തെടുക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല, ഇവന്റെ പേര് ഇനി ഒരു മനുഷ്യൻ പറയ പോലുമില്ല, ഇവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ചിലതിനെയൊക്കെ മുദ്ര വെക്കുമ്പോൾ എന്റെ ദൈവം ഹല്ലേലൂയ എത്രയൊക്കെ മുദ്ര വെച്ചാലും ഞാൻ പറയും ഇതുവരെ ഈ ലോകത്തിൽ എത്ര ഭരണാധികൾ മാറി 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 വന്നിട്ടും, റോമാ സാമ്രാജ്യത്തിന് വളരെ ശക്തമായ ഭരണം പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടിട്ടും എത്രയൊക്കെ ഇസ്രായേലിനെ ചിതറിച്ച് കളഞ്ഞിട്ട് എത്ര ഭരണം മാറിയിട്ടും ഇന്ന് വരെ അന്ന് തുറന്ന കല്ലറ അടയ്ക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്ന് യേശു കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ട കല്ലറ അടയ്ക്കാനായിട്ട് ഇന്ന് വരെ മാറി മാറി ഒരു ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല, ഒരു രാജാവിനും സാധിച്ചില്ല, ഒരു പ്രസിഡന്റിനും സാധിച്ചിട്ടില്ല. ആരൊക്കെ പിടിച്ചു യഹൂദന്മാരെ നമ്മളെ ഇസ്രായേലിനെ ചിതറിച്ച് കളഞ്ഞു, എല്ലാവരും പല സ്ഥലത്തേക്കൊക്കെ പോയി യഹൂദന്മാർ ഓരോ ഭരണകാലത്ത് അവർ ഒത്തിരി പീഡകളിലൂടെ ഒക്കെ കടന്നു. എങ്കിലും ഞാൻ പറയും യേശു കർത്താവിന്റെ ആ കല്ലറ അന്ന് തുറന്ന കല്ലറയെ ഇന്ന് വരെ അതിന് മേലിൽ കല്ലെടുത്ത് വെച്ച് അടയ്ക്കാനായിട്ട് ആർക്കും അത് ഇന്നും തുറന്ന് തന്നെ കിടക്കുന്നു. അവൻ ഇവിടെ ഇല്ല എന്നുള്ള ബോർഡ് കൊണ്ട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് എത്ര വർഷമായി എന്നാ ഒരാൾക്ക് വിചാരിച്ചു, ഒരു പരിക്കുന്ന ആൾക്ക് വിചാരിച്ച പിന്നെ ഇത്ര നാൾ ഇതൊക്കെ മതി, ഇനിയിപ്പൊ ഇത് അങ്ങനെ തുറന്നൊന്നും കിടക്കണം, ഞാനിതങ്ങ് അടച്ചേക്കാം എന്ന് വിചാരിച്ച് എന്താ അടയ്ക്കാഞ്ഞത്? കാരണം ദൈവം തുറക്കുന്നാൽ പിന്നെ അതിന് അടയ്ക്കാനായിട്ട് നമ്മൾ പറയാം, എന്താ പറയാ, ആംബിയൻസ് ഉള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് പറയാം. അതിന് ഇതുവരെ അടയ്ക്കേണ്ട. അപ്പൊ അവരുടെ വിചാരം എന്തായിരുന്നു? കുറച്ച് കാവൽക്കൂട്ടത്തെ നിർത്തിയും റോമൻ എംപയർ മുദ്ര പതിപ്പിച്ച് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തുറക്കുകയില്ലെന്ന് അവർ ചിന്തിച്ചു.
പക്ഷേല് ഞാൻ പറയും, നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും, ആരൊക്കെ എത്രയൊക്കെ അടച്ചെന്ന് വിചാരിച്ചാലും അതിനെ തുറക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് തുറക്കാൻ കഴിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുചെന്ന് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഇവന്റെ മേലുള്ള കുറ്റം എന്ത്? അവൻ ചെയ്ത ദോഷം എന്ത്? 27 അധ്യായം തന്നെയാണ് 23 ഒക്കെ. അപ്പൊ അവിടെ ഇവൻ ചെയ്ത് പീലേശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറയും. അവരെത്രയൊക്കെ ആ നിലവിളിയുടെ മുമ്പിൽ പീലാത്തോസ് കൈ കഴുകി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ശത്രു ചില സമയത്തൊക്കെ അവകാശം പറയുമ്പോൾ അതിനെ വിട്ടുകൊടുക്കണമെന്ന് ആഗ്രഹമല്ല, നമ്മളെ അതിലൂടെ നടത്തേണ്ടതെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ ദൈവം മാറ്റിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ദൈവം അങ്ങ് അനുവദിച്ചു കൊടുക്കും. എന്താന്ന് വെച്ചാ നമ്മളെ അതിലെ കൂടെ വിട്ടുകൊടുക്കുന്നതിന്റെ കാര്യം ദൈവം ഇവിടെ തെളിയിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു എത്ര അവകാശം പറഞ്ഞ അവൻ എത്രയൊക്കെ പ്ലാനും പദ്ധതിയും ഇട്ടാലും അവരുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ആദ്യമേ ക്രൂശിൽ കടന്ന് അഴുകി പുഴുത്ത് അവിടെ കിടക്കും. അല്ലെങ്കിൽ പിന്നെ കൈയും കാലും ഒക്കെ ഒടിച്ച് താഴെ ഇറക്കാമെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് കല്ലറയ്ക്കുള്ളിൽ കയറ്റി അടച്ചു വെക്കാമെന്നാണ്. ഇങ്ങനെ പല പദ്ധതികളും അവൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പ്ലാനിങ് ഒന്നുമല്ല നടക്കുന്നത്. അവിടെ എല്ലാം നടക്കുന്നത് ദൈവം എന്താണോ നേരത്തെ എഴുതിയിരിക്കുന്നത്, ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച് അത് മാത്രമേ നടക്കൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ്. ഞാൻ നമ്മളൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും ദൈവമേ? ഇത് ഇനി ആരെ കൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടാവും. നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ, നമ്മൾ ഇതിൽ നിന്ന് ആര് പുറത്തെടുക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് ചുറ്റുപാട് നിൽക്കുന്ന ആരും നമുക്ക് തുണയായിട്ടില്ലെങ്കിലും നമ്മളുടെ അനുകൂലമായി നിൽക്കേണ്ട പലരെയും നമുക്ക് പ്രതികൂലമാക്കി നിർത്തിയേക്കുമ്പോഴും നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോഴും നമ്മളെ കല്ലറയ്ക്കുള്ളിൽ അടച്ച് സീലി വെച്ചെന്ന് വിചാരിച്ച് ശത്രു സന്തോഷിക്കുമ്പോൾ ഞാൻ പറയും അതിനെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്നൊന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയമാണെങ്കിലും അതിൽ നമ്മൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ അറിയുന്ന ഇവിടെ യേശു കർത്താവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉയർത്തവന്റെ ശക്തിയാണ് നമ്മളിരിക്കുന്ന ഉയർപ്പിച്ചവന്റെ ശക്തിയാണ്, ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തിയാണ്. ഈ ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ഏത് വിഷയമാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സാഹചര്യം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഒരു മനുഷ്യന് ചിലപ്പോൾ സാധിക്കുകയില്ലായിരിക്കും, ഒരു ഭരണാധികാരിക്ക് ചിലപ്പോൾ സാധിക്കുകയില്ലായിരിക്കും. അവിടെ പീലാത്തോസ് പോലും നിസ്സഹായനായി നിൽക്കുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവൻ നമ്മൾ തന്നെയുണ്ട്, അതാണ് ദൈവത്തിന്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മ നമ്മളിലൂടെ ഒന്ന് ശക്തിപ്പെട്ട് നമ്മൾ ആ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് ഭാരമാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും അതെല്ലാം അഴിയും. അഭിഷേകം നുകത്തെ തകർത്തുകളെ നമ്മുടെ മേൽ വെച്ചിട്ട് പല നുകങ്ങളും ശത്രു കൊണ്ടുവച്ച നുകങ്ങൾ അത് തകരുവാനായിട്ട് അഭിഷേകം തന്നെ ചലിക്കണം. അന്യായ ബന്ധനങ്ങൾ അഴിയണം. മുഖത്തിന്റെ അമിക്കൽ തകരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ്. നമ്മൾ അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുമ്പോൾ നമ്മൾ ഉപവാസം എന്നാൽ നമ്മൾ അത് ഭക്ഷണം കഴിക്കാതിരിക്കലല്ല. നമ്മളിപ്പോ ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4-ാം യാമത്തെ നമ്മൾ കൂടിയിരിക്കുന്ന ഇവിടെയാണ് ഏറ്റവും പവർഫുൾ, ഏറ്റവും അടുത്ത് ദൈവത്തോട് അടുത്തിയെല്ലാം കഴിയുന്നത് നമ്മൾ വിശ്വസിക്കുമ്പോൾ. കാരണം നമ്മൾ ഒന്ന് നോക്കിയാൽ അന്തരീക്ഷം എല്ലാം നിശ്ചലമായി കിടക്കുന്നത്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ശബ്ദങ്ങളില്ല, കോലാഹലങ്ങൾ. അപ്പൊ നമുക്ക് ഏകാഗ്രതയോട് ദൈവത്തോട് ചേർന്ന് അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുക എന്തിനാ നമ്മളെ കൂട്ടിയെടുത്തേക്കുന്ന ചില അന്യായ ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ട്. ചില നുഖത്തിന്റെ അമിക്കറിൽ പൊട്ടിപ്പോകാനുണ്ട്. ശത്രു വെച്ച ചില നുഖങ്ങൾ തകർന്നു മാറാനുണ്ട്. അത് നമ്മൾ ഒരിക്കലും പുറത്ത് വരുതെന്ന് വിചാരിച്ച് ശത്രു നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന സകല നുഖങ്ങളും ആത്മാവിന്റെ ശക്തി ചലിച്ചു കഴിഞ്ഞാൽ അഭിഷേകം നുഖത്തെ തകർക്കുന്നു. അവിടെയെല്ലാം നമ്മൾ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി നമ്മൾ കണ്ടതാണ്. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നമുക്കറിയാം, നമ്മളെ കുറിച്ച് വിളി നമുക്കറിയാം.
നമ്മുടെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നമുക്ക് അതിലേക്ക് കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് എന്തോ വിടാതെ കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നത് പോലെ മുൻപോട്ട് പോകാൻ കഴിയാതെ ശത്രു തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ആ തടസ്സങ്ങളെ ജയിച്ച് കയറുവാനായിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ ശക്തി ഒന്ന് വ്യാപരിക്കണം. ഹാലേ, കല്ലറകൾ കൊതുക്കാൻ കഴിയില്ല എന്ന് ഹാലേലിയ അമ്മ തെളിയിച്ചു കൊടുത്ത ശക്തിയാണത്. ഹാലേലിയ ആ ശക്തിയിൽ ഹാലേലിയ ഇന്ന് എല്ലാവരും അമ്മ പുറത്തു വരട്ടെ. യേശു കർത്താവിനെ കുറിച്ച് ഹാലേലിയ ആമീൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നും ഹാലേലിയ ഒരായുധത്തിനോ ഒരക്ഷരത്തിനോ ഹാല അത് മാറ്റാൻ കഴിഞ്ഞിട്ടെങ്കിൽ നമ്മളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അങ്ങനെ തന്നെയാണ്. ഹാലെ ആരൊക്കെ എത്രയൊക്കെ പേര് എടുത്താലും എന്തൊക്കെ എഴുതണമെന്ന് വിചാരിച്ചാലും ദൈവം എഴുതിയതിന് അപ്പുറത്തേക്ക് മാറ്റി ഒരു വള്ളിയോ പുള്ളിയോ ഇടാൻ അവർക്ക് സാധിക്കുകയില്ല. ഹാലിലെ ഏതൊക്കെ ആയുധങ്ങൾ നമുക്കെതിരെ ശത്രു ഒരുക്കി കൊണ്ടുവന്നാലും ആ ആയുധങ്ങളുടെ അളവ് പിടിച്ച് ദൈവം ഹാലേലിയ ആമേ നമ്മുടെ പ്രവചനങ്ങൾക്ക് ഹാലേലിയ ആയുധങ്ങളെക്കാൾ ശക്തിയുണ്ട്, ആ ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട്. അതോർത്ത് ഹാലേലിയ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.